ബാക്ക് ടു ഓട്ടോഗ്രാഫർ മല്ലു. നമുക്ക് വിശ്വാസതയുള്ള സെക്കൻഡ് ഷോപ്പുകൾ നമ്മൾ പിന്നെയും കാണിക്കും. അതുകൊണ്ടാണ് ഈ ഭരണങ്ങാനത്ത് കീഴമ്പാറയുള്ള ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ഷോപ്പ് ഞാൻ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ, അത് നല്ല നീറ്റ് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതും നല്ല ഒന്നാന്തരം വിലക്കുറവിൽ, നല്ല വിലക്കുറച്ച് ഇവിടെ വണ്ടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഒരിക്കലും ചതിക്കരുത്. അപ്പോൾ ഇവിടെ ഡസ്റ്റർ കണ്ടോ, നിരന്ന് കിടപ്പുണ്ട്. 1, 2 ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്, പിന്നെ ഒരെണ്ണം അകത്തും കിടപ്പുണ്ട്. 4 ഡസ്റ്ററുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു താറുണ്ട്. പിന്നെ ബാക്കി കുറേ ചെറിയ വണ്ടികളുണ്ട്. ഒരു 80,000 രൂപ തൊട്ട് മേലോട്ട് ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഒരു 20,000 25,000 തുടങ്ങിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഉള്ള വാഹനങ്ങൾ ഈ ഒരു കടയിൽ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഫസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഷോപ്പ് കാണിക്കുന്നത്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭരണങ്ങാനം കീഴമ്പാറയാണ്, കോട്ടയം ജില്ല. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഇവിടെ ഒരു എക്കോ സ്പോട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ 2 ഡസ്റ്റർ കിടപ്പുണ്ട്. ഒന്ന് അഡ്വഞ്ചർ എഡിഷനാണ്, അപ്പുറത്ത് വേറൊരു ഡസ്റ്റർ കിടപ്പുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ളൊരു താറ്, നല്ല ഹാർഡ് ടോപ്പൊക്കെ ചെയ്ത് AC ഒക്കെ ചെയ്ത് ബമ്പറൊക്കെ മാറ്റി അത്യാവശ്യം പണിയെടുത്തിട്ടുള്ളൊരു താറ് റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾ, റിറ്റ്സ്, സ്വിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, എറ്റിയോസ് അതുപോലുള്ള സാധനങ്ങൾ, സാൻഡ്രോയ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഡസ്റ്ററുകളുടെ ജാഗ്രതയാണ്. അടുത്ത ഡസ്റ്റർ താണ്ട് നടക്കുന്നു, അതിൻ്റെ അടുത്ത ഡസ്റ്റർ താണ്ട് നടക്കുന്നു. അപ്പോൾ കുറേ കാലമായി നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടിരിക്കുക. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. നമ്മുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസാണ്. ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഒരുപാട് നല്ല കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സ് എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ, പരാതി ഒന്നും പറയാനോ ഇതുവരെ ഇടവരുത്തിയിട്ടില്ല. കാരണം നമ്മൾ ഉള്ള കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ഞാൻ വിൽക്കുന്നത് കൂടുതലും. നമ്മുടെ ചാനലായിട്ടുള്ള ഓട്ടോഗ്രാഫർ മല്ലുവിൻ്റെ അത് ഞാനും അത്യാവശ്യം കൊള്ളാവുന്ന കടകൾ മാത്രമേ കാണിക്കാറുള്ളൂ. അല്ലാതെ ഈ ചില കടകളുണ്ടല്ലോ എൻ്റെ റോഡ് സൈഡിലൊക്കെ ഇട്ട് വെക്കുന്നത്. അല്ല, എന്താ വെച്ചാൽ നമ്മളുള്ള ചെറിയ വണ്ടികൾ ഞാൻ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വണ്ടി വാങ്ങിക്കുന്ന ഒരു 10,000 രൂപ കണ്ടോ, പണിയാൻ വേണ്ടി കണ്ടോ, എന്നിട്ടേ വണ്ടി എൻ്റെ വണ്ടി മേടിക്കാവുള്ളൂ. അത് ഞാൻ എല്ലാ യൂട്യൂബ് ചാനലിലും നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാ വീഡിയോയിലും എടുത്ത് ഞാൻ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കസ്റ്റമർ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വേറെ പരാതിയില്ല, അതിൻ്റെ വേറെ പരാതിയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല പുതിയ ഒരുപാട് നല്ല വാഹനങ്ങളാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. ഒരുപാട് നല്ല വാഹനങ്ങൾ, ചെറിയ വണ്ടികളാണ്, ചെറിയ വണ്ടിയുണ്ട്, വലിയ വണ്ടിയുണ്ട് അല്ലേ. 30 രൂപയ്ക്ക് നമുക്ക് വെറും 30 രൂപ മുടക്കിയാൽ ഫുള്ള് വാഹനങ്ങൾ സ്വന്തമാക്കാം. 30,000 ഡൗൺ പേയ്മെന്റ് വാഹനങ്ങൾ സ്വന്തമാക്കാം. ഓക്കെ, അപ്പം ഇത് നിസാൻ സണ്ണിയാന്ന് പലരും വിചാരിക്കും. ഇല്ല, ഇത് നിസാൻ ടിയാനയാണ്. 2010 ഈ ഓൺ റോഡ് 32 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. 250 XL നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. അപ്പം 2010 ടിയാന 250 XL ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഓക്കെ, അപ്പോൾ എത്ര രൂപ ചോദിക്കുന്നതിന്? ഇതിന് ചോദിക്കുന്നത് 3.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. 3.5 ലക്ഷം രൂപ മാത്രം. 3.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടിക്ക് 3.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ബെൻസിന്റെ നീളമുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് അന്ന് എത്ര രൂപ ഉണ്ടായിരുന്നു? 32 ലക്ഷം രൂപ. ഓൺ റോഡ് 32 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങി. ഫോക്സ്വാഗൻ പസാറ്റിന്റെ ഒക്കെ ആ ഒരു റേഞ്ച് നിന്ന സാധനം. ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വാഹനം. ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വണ്ടി. നല്ല എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ഉള്ള വാഹനമാണ്. ഗ്ലാസ് ഒക്കെ കാണുമ്പോൾ തന്നെ എന്നെ ക്വാളിറ്റി മനസ്സിലാവും. അപ്പം നമുക്ക് ഇന്റീരിയർ ഒന്ന് കണ്ടേക്കാം. ഇന്റീരിയർ ഹൈ ക്വാളിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. എന്നൊക്കെ ഉണ്ട്? AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ്, അലോയ് വീല്. ഇന്റീരിയർ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയലാണ്. കമ്പനി എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അഡ്ജസ്റ്റബിൾ സീറ്റ്, മിറർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് പണ്ടത്തെ ഒരു ബെൻസിന്റെ ഒരു സമമായിട്ടുള്ള സാധനം. ഇല്ല, ഇപ്പോഴത്തെ ഫീച്ചേഴ്സ് തന്നെ ഉള്ളൂ ഈ വണ്ടിക്ക്, അന്നും ഉള്ളൂ. പക്ഷേ ഇത് വണ്ടിക്ക് അന്ന് വില കൂടുതലാണ്. ഇന്നിപ്പോൾ നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ നീളമുള്ള ഒരു വണ്ടി സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. കിട്ടും. പെട്രോൾ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നിസാന്റെ വണ്ടിയാണ്. അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ഒരു വണ്ടിയാണ് നമുക്ക് 2014 ഡസ്റ്റർ വരുന്നത്. ഡസ്റ്റർ നമ്മളോട് 6 ഡസ്റ്റർ നമ്മളോടുണ്ട്. 4 നമ്പർ നമുക്ക് ഷോറൂമിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഡസ്റ്റർ ഒരു 30 രൂപ അല്ലെങ്കിൽ 40 രൂപ മുടക്കാൻ നമുക്ക് ഒരു ഡസ്റ്റർ സ്വന്തമാക്കാം. 40,000 രൂപ നമുക്ക് ഡസ്റ്റർ സ്വന്തമാക്കാം. ലോൺ ചിലപ്പോഴേ കിട്ടുള്ളൂ. 2 ലക്ഷം രൂപ നമുക്ക് നോക്കാം, കിട്ടുമോ നോക്കാം. 2010 മോഡൽ വണ്ടിയാണ്. 13, 14 മോഡലാണ് നമുക്ക് ഡസ്റ്റർ ഫൈനാൻസ് നമുക്ക് നിലവിൽ കിട്ടാൻ ചാൻസ് ചിലപ്പോഴേ ചാൻസ് ഉള്ളൂ. ഇതിപ്പോ 2014 മോഡൽ ഡസ്റ്റർ. ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ്. 85 ആണ് വണ്ടി. 85 ആണ്. നല്ല ക്വാളിറ്റിയിലുള്ള അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കമ്പനി ഏറ്റവും പുതിയ ടോപ്പിന്റെ അലോയ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടയർ ശകലം കുറവുണ്ട് വണ്ടിക്ക്. അത് കുറച്ച് കൊടുക്കാം. വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. നമുക്ക് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന്റെ വില എന്ന് പറയുന്നത് 4.40 ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 4,40,000. അതായത് 40,000 അടച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. 100% നമുക്ക് ഏകദേശം എത്ര രൂപ അടവ് വരുമായിരിക്കും? ഏകദേശം നമുക്ക് ഒരു 4 കൊല്ലത്തിന് എടുത്തെങ്കിൽ 10 രൂപ താഴെ അടവ് വരുള്ളൂ. 10 രൂപ താഴെ, ഒരു 8.25, 9
അത്രേ വരുള്ളൂ. ഇത് RXL 85 ആണ്. RXL 85 ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്ന വാഹനമാണ്. വണ്ടി നല്ല ക്വാളിറ്റിയുള്ള 1.20 ഓടിയിട്ടുള്ള വണ്ടി. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. ഇന്റീരിയർ കണ്ടാൽ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വാഹനമാണ്. നല്ലൊരു കസ്റ്റമർ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പറുമാണ്. നമുക്ക് 6786 ഫാൻസി നമ്പറൊക്കെയാണ് വരുന്നത്. KL1 തിരുവനന്തപുരം വണ്ടി അല്ലേ? വണ്ടി നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനി പുതിയൊരു വണ്ടി നമുക്ക് വരുന്നത് നമുക്ക് 2016 മോഡൽ ഫിയറ്റ് ലീനിയ. അതായത് ഫിയറ്റിന്റെ പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ 90,000 കിലോമീറ്റർ ഓടി ആകുന്നുള്ളൂ. 90,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാഹനമാണ്. മൾട്ടി ജെറ്റ് എഞ്ചിൻ വരുന്ന പെട്രോൾ വാഹനമാണ്. ഓക്കെ. അപ്പം ഇതിന്റെ ടയർ കാര്യങ്ങൾ അത്യാവശ്യം നല്ല 80% വരെ ടയർ കാര്യങ്ങളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. പിന്നെ 2016 മോഡലാണ്. ഇത് സിംഗിൾ ഓണർ വാഹനമാണ്. സിംഗിൾ ഓണർ ഒറ്റ യൂസേ ഉള്ളൂ. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആയിട്ടിരിക്കുന്നു അല്ലേ? ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. റിവേഴ്സ് ക്യാമറ നിലവിൽ ഉള്ള വണ്ടിയാണ്. സ്ക്രീന് കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് 2,75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2016 മോഡൽ 2,40,000 രൂപ ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. 30,000 രൂപ ആണെങ്കിൽ ലീനിയർ ഇറക്കി 100% ലീനിയർ ആയിക്കൊണ്ട് പോവാം. 30,000 രൂപ നിങ്ങളൊന്ന് കണ്ടോ. ഇടയുടെ ശകലം പരിമിതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോയ്ക്കകത്ത് വിഷ്വൽസ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. വണ്ടി നല്ല ക്വാളിറ്റിയിലാണ്. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പാനൽ ഗ്യാപ്പുകളും കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ ഇന്ന് വന്ന സ്റ്റോക്കാണ് 2015 മോഡൽ ടൊയോട്ട എത്തിയോസ് ക്രോസ് പെട്രോൾ. G ഏറ്റവും ഒരു തൊട്ട്, അതായത് ബേസ് മോഡൽ അല്ല, അതിന്റെ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഓക്കെ. നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. 2015 മോഡൽ എത്തിയോസ് ക്രോസ് പെട്രോൾ. ക്രോസും സാധാ എത്തിയോസും തമ്മിൽ എന്നാ വ്യത്യാസമുള്ളത്? എത്തിയോസ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇതിന് പവർ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ക്രോസറുള്ള സംഭവം വരുന്നുണ്ട്. ഒരു ക്രോസ് ഓവർ സെറ്റപ്പിൽ SUV ടൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തു വരുന്നതാണ്. അലേവിയിലൊക്കെ കമ്പനി ഏറ്റവും പുതിയ ടോപ്പ് അലേവിയിലാണ്. മറ്റേ കമ്പനി ഇപ്പം ഡയമണ്ട് ഇത് കണ്ടോ, ആ അലേവിയിൽ സെറ്റ് കാര്യങ്ങൾ കമ്പനി വരുന്ന ടയർ 100% ടയർ നല്ല ടയർ കാര്യങ്ങളുണ്ട്. ഭാഗങ്ങളൊക്കെ വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS എയർ ബാഗ്സ് വരുന്നതാണ് കേട്ടോ. എത്ര എയർ ബാഗ് ഉണ്ട്? 2 എയർ ബാഗ്സ് വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മിറർ കാര്യങ്ങൾ, സീറ്റിംഗ് അഡ്ജസ്റ്റബിൾ ഫിനിഷ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഏറ്റവും പുതിയ ടൈപ്പ് 15 മോഡൽ വാഹനമാണ്. എത്തിയോസ് ക്രോസ് ബ്ലാക്ക് ആൻഡ് റെഡ് ഇന്റീരിയർ. 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. വെറും 57,000 കിലോമീറ്റർ നമുക്ക് കിടക്കുന്ന സാധനങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഓടിയതായിരുന്നു? അത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പറയുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി അഥവാ ഇതിന്റെ ഇല്ലെങ്കിൽ ഞാൻ എഴുതി കയറ്റി. അതെ. ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ 4,15,000 രൂപയാണ്. നമുക്ക് 3,80,000 രൂപ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 30,000 രൂപ വണ്ടി 30,000 രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം. അപ്പോൾ ഇത് 30,000 രൂപയ്ക്ക്, ഇത് 30,000 രൂപയ്ക്ക്. ഇത് നമ്മൾ എക്സെപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു 30,000 രൂപയ്ക്ക് 30-35 റേഞ്ചിൽ ഇറക്കാം. അപ്പോൾ ഒരു 40 രൂപയ്ക്ക് താഴെ ഉണ്ടെങ്കിൽ ഇതിന് അടുത്തൊരു വണ്ടി വരുന്നത് 2013 മോഡൽ വെൻഡോ ആണ്. ഫോക്സ്വാഗൻ വെൻഡോ കുറേ പേര് നോക്കി നടക്കുന്ന സാധനമാണ്. ഇപ്പോൾ വെർട്ടസ് മാത്രമല്ലേ ഉള്ളൂ ഈ സാധനം. ആദ്യം നമ്മൾ 2013 മോഡൽ കംഫർട്ട് ലൈൻ ആണിത്. കംഫർട്ട് ലൈൻ അതായത് ബേസ് അല്ല, തൊട്ട് താഴത്തെ മിഡിൽ ഓപ്ഷൻ. എയർ ബാഗ്സ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്ന വാഹനമാണ്. ഇത് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റിയ വാഹനം. ഫുൾ ഫിനാൻസ്, സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കി വിടാം. കാരണം 3 ലക്ഷം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 3 ലക്ഷം രൂപ ഫിനാൻസ് ഇട്ട് കൊടുക്കും. ഏകദേശം 3 ലക്ഷം രൂപ ഫൈനാൻസ് അക്സെപ്റ്റബിൾ ആയി കിടക്കുന്ന വണ്ടിയാണ്. മേളിൽ ഒന്നും കൊടുക്കത്തില്ല. 3 ലക്ഷം രൂപ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ചും കൊടുക്കാം കസ്റ്റമറിന്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ നോക്കുമ്പോൾ നീറ്റാണ്. വോൾക്സ്വാഗൺ വെൻഡോ പോലുള്ള വാഹനങ്ങൾ ഡീസലൊക്കെ നമ്മൾ പറയുന്ന ഡീസൽ വണ്ടിയാണ്. വെൻഡോ കംഫർട്ട് ലൈൻ ഡീസലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു വാഹനമാണ്. നമ്മൾ അങ്ങനെയുള്ള വണ്ടിക്ക് യാത്രാസുഖവും കാര്യങ്ങളും പെർഫെക്റ്റും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് വണ്ടിക്ക്. വോൾക്സ്വാഗൺ പുത്തൻ വണ്ടി 12 ലക്ഷം രൂപ അടുത്ത് വരുന്ന വണ്ടി. സർവീസ് ഇന്റർവെല്ലിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലേ? സർവീസ് കുറച്ച് വ്യത്യാസമുണ്ട്. വണ്ടി ഉപയോഗിക്കുന്നതനുസരിച്ചാട്ടോ. നമ്മൾ ക്രാഷ് ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, നമുക്ക് വണ്ടിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെടുത്തോണ്ട് പോകുക. അതേ ഉള്ളൂ. നമ്മൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഈ ഷോറൂമിൽ എല്ലാ സംവിധാനം ഉണ്ട്. നിങ്ങൾക്ക് വർഷോപ്പ് വരെ വന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ പരിപൂർണ്ണ ഉത്തരവാദിത്തമാണ് നിങ്ങൾ വണ്ടി കൊണ്ടുപോകാൻ. ഓക്കെ. ഇന്റീരിയർ എല്ലാം പക്ക ഇന്റീരിയർ ആയിരുന്നു വണ്ടിയുടെ. അപ്പോൾ സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ കിടക്കുന്ന വെൻഡോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2016 മോഡൽ ടിയാഗോ, ടാറ്റ ടിയാഗോ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള സേഫ്റ്റി വണ്ടി. സേഫ്റ്റി ഹൈ ക്ലാസ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. SZ ആണ്. SZ 16 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണർ വാഹനമാണ്. പെട്രോൾ വണ്ടിയാ. ഓക്കെ. നൈസ് നീറ്റ് വണ്ടിയാണ്. വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള നിൽക്കുന്ന. ഇത് സെക്കൻഡ് ഓണർ വാഹനമാണ്. ലോൺ എത്ര വരെ കയറുമായിരിക്കും? ലോൺ നമുക്ക് ഒരു 2,60,000 രൂപ ലോൺ ഇടാം. നമുക്ക് 3 ലക്ഷം രൂപയാണ് എക്സ്പെക്ടേഷൻ. ഇന്റീരിയർ ബ്ലാക്ക് ആണ്. ഇന്ത്യയിലുള്ള ഫുൾ ബ്ലാക്ക് വണ്ടിയാണ് വരുന്നത്. 3 ലക്ഷം രൂപയാണ് എക്സ്പെക്ടേഷൻ. നമുക്കത് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാനുവായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ്. എയർ ബാഗ്സ്, അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 2016 മോഡൽ വാഹനമാണ്. ഓക്കെ. നമുക്ക് മാനുവായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ്. 2.5 ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു 50 രൂപ 40 രൂപ ഉണ്ടെങ്കിൽ 30 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 30 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 30 രൂപയ്ക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 2016 മോഡൽ ടിയാഗോ. 2016 നമ്മൾ ഈ ഫൈനാൻസിൽ നിന്നൊക്കെ ലേലം പിടിക്കുന്ന വാഹനമാണ്. ഇതിന്റെ കിലോമീറ്റർ കറക്റ്റ് നിലവിൽ സർവീസ് അവൈലബിൾ അല്ല ഈ വാഹനത്തിന് കേട്ടോ. ഈ വാഹനങ്ങളുടെ എല്ലാത്തിനും കിലോമീറ്റർ ഞാൻ എഴുതിയിടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു വാഹനമാണ് 2013 മോഡൽ സിംഗിൾ ഓണർ ആൾട്ടോ 800 LXi വാഹനം. LXi 2013 KL 35 പാല സിംഗിൾ ഓണർ വാഹനമാണ്. തൊട്ടടുത്തുള്ള സിംഗിൾ ഓണർ വാഹനമാണ്. എത്ര രൂപ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2 ലക്ഷം രൂപ. കാരണം 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വാഹനമാണ്. 50,000 കിലോമീറ്റർ മാത്രം. വേറെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. അപ്പം ഇതിന്റെ ടയർ ഭാഗമെല്ലാം ടയർ ഭാഗങ്ങളെല്ലാം നല്ല പുത്തൻ ടയറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം മറ്റേ സാധനം ഉള്ളതുകൊണ്ട് സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് ആണ്. സെൻട്രൽ ലോക്ക് വർക്കിംഗ് ആണെന്നുള്ള കാര്യം കേട്ടല്ലോ. അപ്പോൾ അടുത്ത 2008 മോഡൽ i10 ആണ് വരുന്നത്. 2008 മോഡൽ പുതിയ പേപ്പർ 2028 വരെ പേപ്പർ വരുന്നത്. 2008 മോഡൽ i10 ഏതാണ്? ഹ്യുണ്ടായി i10 എറയാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 1.20 ആണ്. 2028 വരെ പേപ്പർ പേപ്പറുള്ള വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. 1.20 കൊടുക്കാം. എന്നാലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് വർക്കിംഗ് ആണ്. 1.20 ചോദിക്കുന്നത്. ലോൺ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. 2008 എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ടയർ അത്യാവശ്യം 80% ടയറും കിടപ്പുണ്ട്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റ് ആണ്. എക്സ്റ്റീരിയർ നീറ്റ് ആണ്. അതായത് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല വണ്ടി. അതുകൊണ്ട് അതിന്റെ നീറ്റ്നെസ് ഉണ്ടാവും. അടുത്ത 2019 മോഡൽ റെഡിഗോ. ഡാറ്റ്സൺ റെഡിഗോ ആണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 22 മൈലേജ് കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നു സാധനം 26 മേളിൽ മൈലേജ്. 22 20 കൂട്ടിയാൽ മതി. നമ്മൾ കമ്പനി പറയുന്ന 26 പറഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകത വെച്ചാൽ 2019 ഫുൾ ഫൈനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. അതായത് 0 ഡൗൺ പേയ്മെന്റിൽ അടുത്ത വണ്ടി 2,30,000 രൂപയ്ക്ക് 2019 മോഡൽ റെഡിഗോ നമുക്ക് വെറും 0 രൂപയ്ക്ക് കൊണ്ടുപോകാം. 2,30,000 രൂപ ഫുൾ ഫൈനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇന്റീരിയർ ഒന്ന് കണ്ടേക്കാം. ഫുൾ ഫൈനാൻസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. ഫുൾ ഫൈനാൻസ് ആണ്. അതായത് നിസാന്റെ സബ് ബ്രാൻഡാണ് ഈ സാധനം. നിസാൻ തന്നെ ഉള്ളൂ. നിസാനിൽ തന്നെ ഷോറൂം സർവീസ് എല്ലാം നിസാനിൽ തന്നെ. എല്ലാം നിസാനിൽ തന്നെയാണ്. ഡാറ്റ്സൺ എന്ന് പറഞ്ഞാൽ നിസാന്റെ തന്നെ ഒരു ബ്രാൻഡാണ്. പണ്ട് വളരെ 1900-കളിൽ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഒന്നുകൂടെ പോയിട്ടുണ്ട്. കമ്പനി ഇപ്പോൾ നിർത്തി പോയല്ലേ. ഡാറ്റ്സൺ ഗോ ഇപ്പോൾ നിസാനുമായിട്ട് ടൈപ്പ് ചെയ്ത് പോകുന്ന ഒരു കമ്പനിയാണ്. സർവീസ് ഒക്കെ പക്ഷേ കിട്ടുന്നുണ്ട് നിസാനിലുണ്ട്. നിസാൻ പുത്തമ്പണ്ടി ഇറങ്ങുന്നുണ്ടല്ലോ ഇപ്പോൾ. ഉണ്ട്. അപ്പോൾ ഇതിന് എത്ര രൂപ? നമുക്ക് 2,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഫൈനൽ 0 ഡൗൺ പേയ്മെന്റ് 2,25 കൊടുക്കാം. 2,30 പറഞ്ഞാൽ 2,25 ഫൈനൽ കൊടുക്കാം. ഓക്കെ. EMI കാര്യങ്ങൾ ഞങ്ങൾ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ ഫിനാൻസിന്റെ വെച്ചിട്ട് വേരിയേഷൻ കാണും. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി. ഏത് സമയത്ത് കോൾ എടുക്കുമല്ലോ. ഞാൻ ഏത് സമയത്ത് കോൾ എടുക്കുന്ന ആളാണ്. ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടാൽ റിപ്ലൈ മെസ്സേജിനെക്കാളും നല്ലത് കോൾ ആയിരിക്കും നല്ലത്. അടുത്ത 2014 മോഡൽ ഡിസയർ VXi അല്ലേ. ഫാൻസി നമ്പർ വരുന്ന സ്വിഫ്റ്റ് ഡിസയർ VXi പെട്രോൾ ആണ്. 2014 മോഡൽ വണ്ടിയാണ്. 14 മോഡലാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം. ഓക്കെ. എത്ര രൂപ ചോദിക്കുന്നത്? അത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 360 ആണ്. നമുക്ക് 3,20,000 വരെ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 40 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. 40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് ഇറക്കാൻ പറ്റും. വണ്ടി ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. നല്ല നെഗോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ്. 360. നമ്മളിത് ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത്. ഫൈനാൻസോ വരുന്നവർക്ക് നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഫൈനാൻസ് വേണ്ടവർക്ക്. വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. ഓക്കെ. അപ്പം ഫൈനാൻസ് വേറെ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് ആണ്. ഇന്റീരിയർ റിവേഴ്സ് ക്യാമറയാണ്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ലെതർ സീറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മാനുവലാണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക് എടുത്ത് ഓട്ടോമാറ്റിക് നമുക്ക് ടിയാന ഉണ്ട്. വേറെ 2-3 വണ്ടി ഉണ്ടായിരുന്നു. എല്ലാം പോയതാണ്. നമ്മൾ പുതിയ വണ്ടി വരാനുണ്ട്. അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ 2014 മോഡൽ ഡാറ്റ്സൺ ഗോ ആണ്. ഗോ റെഡിഗോ നമ്മളത് റെഡിഗോ. ഇത് ഡാറ്റ്സൺ ഗോ. കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞു. ഇത് നല്ല ലിവാഡോ ഒക്കെ ഷേപ്പ് വരുന്ന ഒരു വാഹനമാണ്. വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള 1 ലിറ്റർ എഞ്ചിനല്ലേ വരുന്നത്? 1 ലിറ്റർ എഞ്ചിനാണ്. 2014 മോഡൽ വാഹനമാണ്. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. ടയർ കാര്യങ്ങളൊക്കെ പുത്തൻ ടയർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. സിംഗിൾ ഓണർ വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്. ബ്ലാക്കിലാണ്. 2014 മോഡലാണ്. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു ഇന്റീരിയർ നല്ല പക്ക ഉപയോഗിക്കുന്ന പാർട്ടിക്ക് 1,75,000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. 1.5 ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 1,70,000 രൂപ ഉള്ളൂ. 1,70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഫൈനാൻസ് നമുക്ക് 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി. അതായത് 25,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി ഇറക്കി കൊണ്ടുപോകാം. നിസാന്റെ വണ്ടിയാണ്. നല്ല മൈലേജും ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. അടുത്തൊരു വാഹനത്തിലേക്ക് പോകുന്നത് നമ്മൾ 2013 ഡിസയർ VXi പെട്രോൾ ആണ്. VXi പെട്രോൾ 2013 മോഡൽ വാഹനമാണിത്. ഓക്കെ. 2013 മോഡൽ വാഹനത്തിന് 1,40,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 140 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ് വണ്ടി. ഫുൽ കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്ക് ഇത് ഫൈനൽ വില ഇതിന്റെ പ്രതീക്ഷിക്കുന്ന വില 340 ആണ്. 3,40,000 രൂപയാണെങ്കിൽ ഈ ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. 40,000 രൂപ വണ്ടി ഇറക്കാം. 3 ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് 3 ലക്ഷം രൂപ ഫൈനാൻസ് 40,000 രൂപയ്ക്ക് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ എടുത്തോണ്ട് പോകാം. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. ഗോൾഡൻ കളർ സ്വിഫ്റ്റ് റയർ ആട്ടോ. നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
ബൈക്കും മുകളിലും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നടക്കുന്നത്. മാനുവൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. മാനുവലാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു വാഹനത്തിലേക്ക് പോകുന്നത് 2013 മോഡൽ i20 ആണ്. ആസ്ത ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന i20 ആസ്തയാണിത്. i20 ആസ്ത 2013 മോഡൽ വാഹനമാണ്. i20 ആസ്ത, അലോയ് വീല്, AC പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഏറ്റവും ടോപ്പ് രണ്ടാമത്തെ ഷേപ്പിൽ വരുന്ന i20. രണ്ടാമത്തെ ഷേപ്പിൽ ഫ്ലൂഡിക്ക് i20 ഫ്ലൂഡിക്ക് വെർഷൻ വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം, നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇതും സിംഗിൾ ഓണർ വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ വണ്ടി. നല്ല നീറ്റായിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം സാധനങ്ങളൊക്കെ ചെയ്തു. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നീറ്റായിട്ടുള്ള വണ്ടിയാണ്. ബ്ലാക്ക് ഇന്റീരിയറാണ്. ബ്ലാക്ക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ഇന്റീരിയർ തീമാണ് ബ്ലാക്ക്. ഇത് 2013 മോഡൽ i20 ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ആസ്ത ഓപ്ഷണൽ. എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ വില 3.15. 2,75,000 ഫൈനാൻസ് കൊടുക്കാം. 35 രൂപ ഉണ്ടെങ്കിൽ ഇറക്കിയുണ്ടോ? 35 രൂപ 40 50 രൂപ താഴെ നമുക്ക് ഫൈനാൻസിന്റെ വണ്ടി ഇറക്കാം. നമ്മൾ പരിചയപ്പെടുന്ന 2011 മോഡൽ ഒമിനി വാഹനമാണ്. ഒമിനി 2011 ഒമിനി. ആരെങ്കിലും ചെറിയ ബിസിനസ്സോ ചെറിയ ലോക്കൽ ഓട്ടങ്ങളോ, ലോക്കലല്ല അത്യാവശ്യം 11 മോഡൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആകപ്പാടെ നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് 2011 മോഡൽ 1 ലക്ഷം രൂപയ്ക്ക് 2011 കൊടുക്കാം. ലോൺ കിട്ടുമോ? ലോൺ ഒന്നും കിട്ടത്തില്ല. 1 ലക്ഷം രൂപ ഉള്ളവർക്ക് മാത്രമേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ലോൺ ഈ വണ്ടിക്ക് കിട്ടത്തില്ല. അതായത് ചെറിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 5 സീറ്റർ ആണ്. അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളുണ്ട്. 2 പുത്തൻ ടയർ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ബാഗിലും 2 ടയർ ആവശ്യത്തിന് ഉള്ള ടയറുണ്ട്. ടയർ കാര്യങ്ങളൊന്നും മാറേണ്ട കാര്യമില്ല. 11 മോഡൽ ഒമിനി 1 ലക്ഷം രൂപ ഫൈനൽ വിലയാണ്. ഇതിലൊന്നും കുറയാനില്ല. തീർത്തും ഗ്യാസും പെട്രോളും കൂടി വരുന്ന വാഹനമാണ്. CNG ഉള്ള വണ്ടിയാണ്. CNG ഉള്ള ഒരു വാഹനമാണ്. നല്ല വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. വലിയ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 10,000 രൂപ നിങ്ങൾ കണ്ടിട്ട് എടുത്താൽ മതി. എല്ലാ വാഹനത്തിനും ഇവിടെ കിടക്കുന്ന എല്ലാ ഒരു 10,000 രൂപ നിങ്ങൾ കണ്ടോണം. ചെറിയ ഇഷ്യൂകളൊക്കെ മാറണമെന്നുണ്ടെങ്കിലും ചെറിയ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറകെ എഞ്ചിൻ ഓയിൽ ഫിൽറ്ററൊക്കെ മാറിയോ നിങ്ങൾ ഒരു ഫ്രഷ്നെസ് കിട്ടും നിങ്ങൾക്ക് വണ്ടിക്ക്. നമ്മൾ ഓരോ കസ്റ്റമറോട് മേടിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. അല്ലെങ്കിൽ ഒരു ഷോറൂമിലോ അല്ലെങ്കിൽ യാർഡിലോ അല്ലെങ്കിൽ ഒരു യാർഡിൽ കിടക്കുന്ന വാഹനമാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള വാഹനം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളല്ല ഇവിടെ ഒരിക്കലും വിൽക്കാനായിട്ട്. സർവീസ് ഹിസ്റ്ററി മാത്രം വിശ്വസിച്ചെടുക്കുന്ന. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ഉള്ള വാഹനമാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കും തൃപ്തിയുള്ള വാഹനം. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാഹനം മേടിക്കുന്നു, നമ്മൾ തൃപ്തിയുള്ള വാഹനമാണ് മേടിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ കൊടുക്കാൻ പറ്റിയ വാഹനങ്ങളായി കിടക്കുന്ന മുഴുവനും. അപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡിന് വേണ്ടി നിങ്ങളൊരു എന്ത് ചെയ്യണം? നിങ്ങളൊരു 10,000 മുടക്കിയോ? നോ പ്രോബ്ലം. അതെ. അതിപ്പം ഏത് കടയിൽ നിന്ന് ഏത് വണ്ടി എടുത്താലും ഒരു കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞു വരുന്ന വണ്ടികൾക്ക് വരെ ഇല്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു വാഹനവും ഇല്ല. ചെറിയ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ വലിയ എഞ്ചിൻ പണി കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരു മൗണ്ടൻ ഫിഷ് പോയി കാണുള്ളൂ. ഒരു ഓയിലിന്റെ ചിലപ്പോൾ എഞ്ചിൻ ഓയിൽ പഴയതായിരിക്കും. അതൊക്കെ മാറണം. അങ്ങനെയുള്ള കാര്യങ്ങളായി പറയുന്നത്. അതെ. സർവീസ്, അതായത് പ്രോപ്പർ സർവീസ് വരുന്ന കാര്യങ്ങൾ മാത്രം. അപ്പം അടുത്ത നമുക്ക് വരുന്നത് നല്ല ക്വാളിറ്റി കൂടിയ വാഹനങ്ങളാണ്. കുറച്ച് പ്രൈസ് വരുന്ന വാഹനങ്ങളാണ്. താറുണ്ട്, ഡസ്റ്റർ 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണിക്കാൻ പോകുന്ന വാഹനം 2013 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ആംബിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്ന ഫോർഡ് എക്കോസ്പോർട്ട് ആംബിയൻ്റ് സിംഗിൾ ഓണർ വാഹനമാണ്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ്. സിംഗിൾ ഓണർ നമുക്ക് ഫുൾ ഫൈനാൻസ് കൊടുക്കാൻ പറ്റിയ വാഹനം. 3.5 ലക്ഷം രൂപയാണ് നമുക്ക് ഫൈനൽ കിട്ടേണ്ട വില. അത് ആ ഫൈനാൻസ് 3 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് 3.5 ലക്ഷം രൂപ ഫുൾ ഫൈനാൻസ് കിട്ടുന്ന മൂന്നാമത്തെ വണ്ടി. ഫുൾ ഫൈനാൻസ് കിട്ടുന്ന മൂന്നാമത്തെ വാഹനമാണ്. 3.5 ലക്ഷം കഴിഞ്ഞിട്ട് വല്ലോ അങ്ങോട്ട് കിട്ടുമോ? അത് കിട്ടത്തില്ല. പെട്രോൾ പൈസ നമുക്ക് മേടിച്ചു തരാം. കുഴപ്പമില്ല. ഫിനാൻസർ മേടിച്ചു തരാം. ഓക്കെ. അപ്പോൾ കൊടുത്താൽ മതി പോകുമ്പോൾ അവർക്ക്. അതെ. അപ്പം ബാക്കിൽ സീറ്റ് കവർ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് കവർ ചെറിയൊരു വ്യത്യാസം. കമ്പനി സീറ്റ് കവർ തന്നെ ചെയ്തേക്കുന്നുള്ളൂ. സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല വാഹനത്തിന്. സീറ്റ് കവർ വേണ്ടവർക്ക് ഇനി അഡീഷണൽ എക്സ്ട്രാ പൈസ എമൗണ്ട് തന്നാൽ നമുക്ക് സീറ്റ് കവർ വില കുറച്ച് നമ്മൾ കൊടുക്കുന്നത്. 2013 എക്കോസ്പോർട്ട് 3.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഫോർഡിന്റെ സർവീസ് ഇപ്പം മറ്റേ എൻഡവർ തിരിച്ചു വരുന്നതുകൊണ്ട് ഇപ്പം സർവീസിനെ കുറിച്ച് ഒന്നും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഫോർഡിൽ നിലവിൽ കമ്പനി ഇല്ല. അതും കൂടി പറഞ്ഞു. എൻഡവർ തിരിച്ചു വരുന്നുണ്ടെന്ന് ന്യൂസ് ഉണ്ട്. 2024 തന്നെ തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അടുത്ത നല്ല ക്വാളിറ്റിയുള്ള വാഹനം 2012 മോഡൽ താർ CRD ആണ്. 12 താർ നമുക്ക് ചെയ്തേക്കുന്ന ഇത് ഹാർഡ് ടോപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഒക്കെ ഓപ്പൺ ആക്കുന്ന ഗ്ലാസ് ആണ്. ഓപ്പൺ ഗ്ലാസ് ആണ്. എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുന്ന വണ്ടി. ഫാൻസി നമ്പറാണ് 08786. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം. 2012 മോഡൽ സിംഗിൾ ഓണർ വാഹനമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. 80,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ് വാഹനമാണ്. വേറെ കുഴപ്പങ്ങൾ നോക്കുമ്പോൾ വേറൊരു ചെറിയ കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട്. തുറന്നേ ഒരു മിനിറ്റ്. ഓക്കെ. സീറ്റ് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് വല്ലതും ഇരിക്കണമെങ്കിൽ സൈഡിലും സീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ താർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ വരുന്നത്.
വണ്ടി നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. ഏകദേശം എത്ര ലക്ഷം രൂപയുടെ പണി പണിതിട്ടുണ്ടാവും ഇതിനകത്ത് ഒരു 160, 170 ഒക്കെ പണി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 5.5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. 5 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. നമുക്ക് 4,90,000 രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ കടയിൽ ചെന്നപ്പോൾ 8, 9 ഒക്കെ ആയിരുന്നു. 4,90,000 ഫൈനാൻസ് കൊടുക്കാം. 4.5 ലക്ഷം രൂപ ഫൈനാൻസ് കൊടുക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി സ്വന്തമാക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു താറ് നമുക്ക് സ്വന്തമാക്കാം. അതായത് 5 ലക്ഷം രൂപ വരുന്നുള്ളൂ. 5 ലക്ഷം രൂപ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഫ്രണ്ട് ഒന്ന് കണ്ടേക്കാം. വണ്ടിയുടെ നല്ല ക്വാളിറ്റി ഉള്ള 4 വീലർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. സീറ്റ് തന്നെ വേറെ ചെയ്തിട്ടുണ്ട് ഇവര്. പിന്നെ ബാക്കി മേളിലൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളിപ്പോൾ പുതിയ താറല്ലേ അത് കാണുന്ന ഒരു രീതി. പുതിയ താറിൻ്റെ പോലെ ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിയിലാണ് ചെയ്തത്. സാധനമൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വരുന്ന ഒരു വാഹനമാണ് 2016 മോഡൽ. കിലോമീറ്റർ എത്ര ആയിരുന്നു? 80,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താർ ഇറക്കി കൊണ്ടുപോകാം. 2016 മോഡൽ. 16 റിക്സ് 15-16 രജിസ്ട്രേഷൻ റിക്സ് ആണ്. ഓക്കെ. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ്. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ പറയാത്തതെന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ മിക്ക വാഹനങ്ങളുടെയും ടയർ ഉണ്ട്. ഉണ്ട്. ഇത് 80,000 കിലോമീറ്റർ വരുന്നുള്ളൂ. 80,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വാഹനമാണ്. ഓക്കെ. അപ്പം പെട്രോളല്ലേ? പെട്രോൾ വാഹനം VXI പെട്രോള്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം വിത്ത് റിവേഴ്സ് ക്യാമറ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ്. കൊള്ളാം, നൈസാണ് സാധനമെല്ലാം. പിന്നെ സീറ്റ് കവറോ കാര്യങ്ങൾക്കൊക്കെ വലിയ പോറലോ കാര്യങ്ങളോ അല്ലെങ്കിൽ കീറലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ് വരുന്നത്. 2016 മോഡലാണ്. നമുക്ക് ഫൈനൽ പ്രൈസ് നമ്മളിതിന് 3,70,000 രൂപ കൊടുക്കാം. 3,70,000 വണ്ടി കൊടുക്കുന്നത്. 3,70,000 2016 മോഡൽ റിക്സ് 2016 അതോടെ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 3.5 ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 3.5 ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 3 ലക്ഷം വരെ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു എത്ര രൂപ കയ്യിൽ കാണണം? 20 രൂപ കൊണ്ട് കൊണ്ടുപോകാം. 20 രൂപ വണ്ടി കൊണ്ടുപോകാം. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അത് 2016 ആയതുകൊണ്ടാണ് ഇത്ര വില വന്നത്. കമൻറ്റ് ഇടുന്നവർ അത് നോക്കിയിട്ട് വേണം കമൻറ്റ് ഇടാനായിട്ട്. ഓക്കെ. അപ്പം അടുത്ത വണ്ടി വരുന്നത് 2013 മോഡൽ ഡസ്റ്റർ ആണ്. RX L85 ആണ്. RX L85 വണ്ടിയാണ്. ഇവിടെ മറ്റേ വണ്ടൻ ചെയ്യുന്നില്ലേ? വണ്ടനുണ്ട്. RX L85 വണ്ടിയാണ്. നല്ല ക്വാളിറ്റി, കുറച്ചുകൂടെ നല്ല വണ്ടി. വണ്ടിയെല്ലാം നല്ല വണ്ടി, നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉള്ളൂ. വണ്ടിയെല്ലാം നല്ല വാഹനമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വന്നിട്ടുണ്ട്. ടയർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. 2013 മോഡൽ വാഹനമാണ്. 2013 മോഡൽ RX L85 ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. 85 ടോപ്പിൻ്റെ വാഹനമാണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ്, അലോയിൽ കാര്യങ്ങളെല്ലാം വരുന്ന ഹൈ ക്വാളിറ്റി വാഹനമാണ്. എല്ലാ സാധനങ്ങളും 370 കൊടുക്കാൻ പറ്റിയതാണ്. 370 നമുക്ക് വേറെ 20 രൂപ കൊണ്ട് കൊണ്ടുപോകാം. 3.5 ലക്ഷം രൂപ വരെ ഫൈനാൻസ് കിട്ടുന്നതാണ്. അതായത് 20 രൂപ ഉണ്ടെങ്കിൽ ഡസ്റ്റർ എടുത്തുകൊണ്ട് വീട്ടിൽ പോകാം. 20 രൂപ ഡസ്റ്റർ എടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്ന വാഹനമാണ്. അപ്പോൾ അടുത്ത 2014 മോഡൽ ഡസ്റ്റർ ആണ്. 2014 മോഡൽ ഡസ്റ്റർ ആണ്. ഹൈ ക്വാളിറ്റി വാഹനമാണ്. 2014 ഡസ്റ്റർ അഡ്വഞ്ചർ എഡിഷൻ ആണോ? അഡ്വഞ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഫിറ്റിംഗ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, ടയർ എല്ലാം പുത്തൻ ടയറാണ്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ്. 2014 മോഡലാണ്. 2014 സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ എഡിഷൻ പോലെ നമ്മൾ ആക്കിയിട്ടിരിക്കുന്നു. കുറച്ചാളായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. 2014 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. നമുക്ക് 4,40,000 രൂപയ്ക്ക് വേണ്ടി കൊടുക്കാം. 4,40,000 കൊടുക്കാൻ പറ്റും. 4,40,000 നമുക്ക് 4 ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. സിസ്റ്റം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ വണ്ടിക്കകത്ത് ഞാൻ പേഴ്സണലായിട്ട് ഓടിച്ച്, അതായത് ഞാനൊന്ന് ഇരുന്ന് നോക്കിയായിരുന്നു. സസ്പെൻഷനൊക്കെ നല്ല പക്ക സസ്പെൻഷനാണ്. കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. നമുക്ക് ഫൈനൽ 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 40,000 രൂപ ഉണ്ടെങ്കിൽ ഡസ്റ്റർ സ്വന്തമാക്കാം. 40,000 പോലെ ചെയ്തിട്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള വാഹനം. ഒന്നും ചെയ്യാനില്ല. നമുക്ക് 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കുന്ന എല്ലാ ഡസ്റ്ററും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. 40,000 രൂപയ്ക്ക് നമുക്ക് ഒരുപാട് ഡസ്റ്റർ ഉണ്ട്. 6 ഡസ്റ്ററുകളും നമ്മളെടുത്ത് എല്ലാം 40 രൂപ മോഡൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമാക്കാം. 35-40 രൂപയ്ക്ക് എല്ലാം സ്വന്തമാക്കാം. 100% സ്വന്തമാക്കാം. ഓക്കെ. ഇത് മാത്രമുള്ള ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ അടുത്തൊരു ഡസ്റ്റർ അങ്ങ് അറ്റത്തോണ്ടിട്ടുണ്ടല്ലോ. അടുത്തൊരു ഡസ്റ്റർ നമുക്ക് 2013 മോഡൽ ഡസ്റ്ററാണ്. അത് 13 1 ടൺ ആണ്. RX വരുന്ന വണ്ടിയാണ്. ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS, എയർ ബാഗ്, അലോയിൽ വരുന്ന ഒരു വാഹനമാണ്. എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റാണ്, വളരെ നീറ്റാണ് വണ്ടി. ഇത് നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. 30 രൂപ ഉണ്ടെങ്കിൽ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. അല്ലേ? അത് 85 അല്ലേ? അത് 85. ഇത് ഏറ്റവും വില കുറച്ച് കൊടുക്കാം. 320 നമുക്ക് കൊടുക്കാം. 320 ഡസ്റ്റർ 2013 മോഡൽ 320 കൊടുക്കാം. ലോൺ എത്ര രൂപയായിരിക്കും? ലോൺ ഇതിന് നമുക്ക് 3 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. 20 രൂപയ്ക്ക് വേണ്ടി വരാം. 20 രൂപയ്ക്ക് EMI കാര്യങ്ങളൊക്കെ ഫുൾ ഫിനാൻസ് കിട്ടും. വേണമെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടും നമുക്ക്. ഞാൻ പറഞ്ഞ ഒരു 20 രൂപയെങ്കിലും ആൾക്കാർക്ക് കൊടുത്ത് മേടിക്കുമ്പോൾ ഒരു സന്തോഷം വേണ്ടേ? അതെ, ഒരു 20 രൂപയെങ്കിൽ 20 രൂപ. അതേ ഉള്ളൂ. അതാണ് ഈ വാഹനത്തിന് പ്രത്യേകത. ഫിനാൻസ് വേണമെങ്കിൽ മാക്സിമം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടുന്ന വാഹനം 320 നമുക്ക് കൊടുക്കാൻ പറ്റും. 320. 2013 മോഡൽ ഡസ്റ്റർ 13. ഇനി നമുക്ക് കാണിക്കാൻ പോകുന്ന വാഹനം 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു വാഹനം 2007 വാഗണർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1 ലക്ഷം രൂപ. വെറും 1 ലക്ഷം രൂപയ്ക്ക് 2007 ഒന്നുമില്ല. 1 ലക്ഷം രൂപയ്ക്ക് 2007 മോഡൽ 2027 വരെ പേപ്പറുള്ള പുതിയ പേപ്പറുള്ള വാഹനം 2007 മോഡലാണ്. 27 വരെ പേപ്പർ ഉണ്ട്. അതാണ് നോട്ട് ചെയ്യേണ്ട കാര്യം. 27 വരെ പേപ്പറുള്ള ഒരു വാഗണറാണ്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം.
ടയർ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. LXI വാഹനമാണ്, ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഇന്റീരിയറൊക്കെ നല്ല ഇന്ത്യയിലും കാര്യങ്ങൾ വരുന്നുണ്ട്. അടുത്തൊരു വണ്ടിയാണ് 2013 മോഡൽ ഷെവർലെറ്റ് സെയിൽ 90 രൂപയ്ക്ക് സ്വന്തമാക്കാം. 90 രൂപ 13 മോഡൽ സെയിൽ കുറയുന്ന വിലയാണോ? ഇതും കുറയുന്നൊന്നുമല്ല. 90 രൂപയ്ക്ക് സ്വന്തമാക്കാം. 90 രൂപയ്ക്ക് നല്ലൊരു ബൈക്ക് കിട്ടത്തില്ലല്ലോ. ഇല്ല, ഒരു 4 പേർക്ക് മഴ നനയാ സുഖമായിട്ട് പോകാൻ മേലേ. അതെ, 13 രൂപ അല്ലേ? 90 രൂപ വില പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയ അല്ലറ പണികൾ കാര്യങ്ങളുണ്ട്. അതാണ് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത്. 90 രൂപ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വില കുറച്ചുള്ള വിലയ്ക്കാണ് കൊടുക്കുന്നത്. 2013 നല്ല സെയിലിന് വില 1,60,000 രൂപ കൊടുക്കണം. അതിന്റെ പകുതി പോലും വിലക്കല്ല കൊടുക്കുന്നത്. 90 രൂപ സെയിൽ 2013 മോഡൽ. 2013. വാഗണാർ നമുക്ക് 1,00,000 രൂപ സെയിൽ 90 രൂപ. പാർട്സിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല വണ്ടി. അടുത്തൊരു വാഹനം 2006 ഷെവർലെറ്റ് ആവിയോ 26 വരെ പേപ്പറുള്ള ഷെവർലെറ്റ് ആവിയോ പെട്രോൾ ആണ്. ഏവിയോ പെട്രോൾ ആണ്. നമുക്ക് ഇതിന്റെ ഫൈനൽ പ്രൈസ് വരുന്നത് 68,000 രൂപയ്ക്ക് കൊടുക്കുക. 68,000 രൂപ ഒരു ഇത് ബാർഗനിങ് ചെയ്യാൻ പറ്റത്തില്ല. 68,000 രൂപയ്ക്ക് 2006 മോഡൽ ആവിയോ തരാം. എഞ്ചിൻ ഭാഗമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നിലവിൽ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്ത് 68 രൂപയ്ക്ക് പേര് മാറി തരാൻ പറ്റിയ ഒരു വാഹനമാണ്. 68,000 രൂപ വെറും 68,000 രൂപയ്ക്ക് ഒരു വാഹനം സ്വന്തമാക്കാം. ഇതിനൊക്കെ 68,000 രൂപ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങളായതുകൊണ്ടാണ് അത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങളാണ്. അതാണ് വെളിയിൽ ഇങ്ങനെ കിടക്കുന്നത് വണ്ടി. അത്യാവശ്യം നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ്. അപ്പോൾ നമ്മുടെ മൊത്തം സ്റ്റോക്കും കണ്ടു കഴിഞ്ഞു. അപ്പം ഫൈനലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഫൈനലായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് പറയാനുള്ളത്, നമുക്ക് 30 രൂപ മുതൽ 40 രൂപ വരെയുള്ള എല്ലാ കസ്റ്റമറിനും 30 രൂപ 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കസ്റ്റമറും നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റും ഈ പ്രാവശ്യം. കാരണം 40 രൂപയ്ക്ക് 30 രൂപയ്ക്ക് ഫൈനാൻസും 0 ഡൗണിലും ഫൈനാൻസ് ഇട്ടുള്ള വാഹനങ്ങൾ നമുക്ക് അധികം ഇന്ന് വന്നിരിക്കുന്നത്, ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കസ്റ്റമർ നമ്മൾ വണ്ടി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ചില കസ്റ്റമർ വിളിച്ചിട്ട് ബുഷിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപ വാഹനം മേടിക്കുമ്പോൾ നിങ്ങൾ 10,000 രൂപ പണിക്കായിട്ട് കാണണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ വണ്ടീനെക്കുറിച്ച് നമുക്കൊരു മനസ്സിലൊരു, അത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ശേഷം നമ്മളോട് തന്നെ വണ്ടി മേടിക്കുക. ഞാനിത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 ലക്ഷം രൂപ മുടക്കി ഒരു വാഹനം മേടിക്കുന്ന ഒരു 10,000 രൂപ അല്ലെങ്കിൽ 12,000 നിങ്ങൾ വാഹനത്തിൻ്റെ ചിലവിനായിട്ട് നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് പ്രത്യേകം എടുത്ത് ഞാൻ പറയുന്നത്. വണ്ടികൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഗ്യാരണ്ടി 14 മോഡലുള്ള വണ്ടികൾക്ക് 3 മാസത്തെ ഗ്യാരണ്ടി ഞാൻ തരുന്നുണ്ട്. എഞ്ചിൻ ഗ്യാരണ്ടി 3 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്. 14 മോഡലുള്ള വാഹനങ്ങൾക്ക് 10 വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് 3 മാസത്തെ എഞ്ചിൻ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നതിൽ കൂടുതലും. എല്ലാ കസ്റ്റമറും ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ് നമ്മൾ ഏകദേശം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് ഫൈനാൻസ് വേണ്ടവർക്ക് വന്ന് നിങ്ങൾ സിവിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫൈനാൻസ് കിട്ടുകയുള്ളൂ. എല്ലാ കസ്റ്റമേഴ്സും സ്കോർ നോക്കിയിട്ട് നമ്മൾ വരിക. സിവിൽ സ്കോർ നമ്മൾ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഫൈനാൻസ് എടുത്തിട്ട് അടയ്ക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ ഫൈനാൻസ് കിട്ടത്തില്ല. ഇപ്പം നിലവിൽ ഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഫൈനാൻസ് നമ്മൾ എല്ലാ ഫൈനാൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിലവിൽ കസ്റ്റമർ ഫൈനാൻസ് ചെയ്ത് കൊടുക്കും. സിവിൽ സ്കോർ കൂടിയവർക്ക് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കുറഞ്ഞവർക്ക് ബുദ്ധിമുട്ടായി കയറാൻ. അതുകൊണ്ടാണ് ആദ്യം എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി കണ്ട് നമ്മളോട് അടുത്ത് വന്ന് സമീപിക്കുക. നമ്മളോട് നല്ല സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കസ്റ്റമറാണ് നമ്മുടെ വിജയം. അത്യാവശ്യം വില കുറഞ്ഞ് അത്യാവശ്യം നീറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതുകൊണ്ടാണ് എനിക്ക് കസ്റ്റമർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും പഴയ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് പോലും പല ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സത്യസന്ധമായ അവതരണം കാരണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ചാനലും പരമാവധി എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഓഫർ, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ യൂട്യൂബ് വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാ കസ്റ്റമേഴ്സിനും നല്ല ഓഫർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഫോട്ടോഗ്രാഫർ മല്ലു എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഇത്ര നേരം സംസാരിച്ച ഇത്രയും വണ്ടികൾ പരിചയപ്പെടുത്തുന്ന ഇക്കയ്ക്ക് വളരെയധികം നന്ദിയുണ്ട്. നന്ദി. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. എന്നോട് വണ്ടി മേടിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ. നല്ല അടിപൊളി പ്രതികരണങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇനിയും ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാം. അപ്പോൾ ദിസ് ഇസ് ഫോട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.